അല്ല, വാഴ 2 കണ്ടു. അപ്പൊ വാഴ 2 കണ്ടപ്പോ ബിജുകുട്ടന്റെ മരണത്തെ നരേറ്റ് ചെയ്യണ ഒരു രീതി ഉണ്ടായിരുന്നു. നരേറ്റ് ചെയ്യണ രീതി എന്ന് പറയുമ്പോൾ ബിജുകുട്ടൻ തുടക്കം മുതലേ അവസാനം വരെ കാണിക്കുന്ന സീനുകളിലെല്ലാം അരിഷ്ടം കുടിക്കുന്ന ഒരു അവസ്ഥ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അരിഷ്ടം കുടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ലിവർ സിറോസിസ് വന്നു മരണപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ കൂടുള്ളവർ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ദുശീലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഉണ്ടായിരുന്ന ശീലം അരിഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അരിസ്റ്റോഫോബിയ പേടി തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അത് എന്തുകൊണ്ട് കോക്ക് കുടിക്കുമ്പോഴും പെപ്സി കുടിക്കുമ്പോഴും വരുന്നില്ല? ഈ അരിഷ്ടം എന്ന് പറയുന്നത് സ്ഥിരമായി കഴിക്കേണ്ട ഒരു മരുന്നല്ല, ഔഷധമല്ല. ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം ആവശ്യാനുസരണം മാത്രം കഴിക്കേണ്ട ഒരു മരുന്നാണ്. അപ്പൊ ഈ അരിഷ്ടം കുടിക്കുന്നത് മാത്രമല്ലാതെ നമ്മൾ ഈ കോക്ക് പെപ്സി പോലുള്ള ഡ്രിങ്ക്സ് കുടിച്ചിട്ട് മരിച്ച മുൻ ഡയറക്ടേഴ്സ് പോലും ഉണ്ടായിട്ടുണ്ട്. അവരുടെ എല്ലാ കണ്ടീഷൻസ് നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എത്ര മാത്രം സ്ഥിരമായിട്ട് കുടിക്കുന്നവരാണ് നിങ്ങൾക്ക് എന്ത് തന്നെ ആയാലും ലിവർ സിറോസിസ് വരാനുള്ള സാധ്യത വളരെയധികം തന്നെയാണ്. കാരണം ഫെർമെന്റഡ് മെഡിസിൻ ആയ കാരണം കൊണ്ട് ആൽക്കഹോൾ കണ്ടന്റ് ഇല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു ഔഷധമായിട്ട് മാറുന്നില്ല അരിഷ്ടങ്ങളെല്ലാം. സെയിം തന്നെ കോക്ക് കുടിച്ചാലും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താലും ഉണ്ടാകുന്നത് പോലെ തന്നെ. പറഞ്ഞു വരുന്നത് അധികമായാൽ അമൃതം വിഷം. അതുപോലെ തന്നെയാണ് മരുന്നിന്റെ കാര്യവും. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പൊള്ളും. പക്ഷെ പൊള്ളുന്നത് ലിവറാണെന്ന് മാത്രം. കൂടെ ഉള്ളവരൊക്കെ അങ്ങ് പോവും. അവസാനം പുറത്തിറങ്ങാനും കലങ്ങിയിരിക്കാനൊക്കെ വേറെ ആരും കാണത്തില്ല.